ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശത്തിൽ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്കെതിരെ മുതിർന്ന CPM നേതാവ് എ കെ ബാലൻ. ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന രാഷ്ട്രീയം അറിയാത്തവരാണ് തന്നെ വിമർശിച്ചത്. പണ്ടൊക്കെ പാർട്ടി നേതാക്കൾ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും അതിനൊപ്പം നിൽക്കും. ഇപ്പോൾ അക്കാര്യത്തിൽ വീഴ്ചയുണ്ടെന്നും അത് തിരുത്താനാണ് പാർട്ടിയുടെ തീരുമാനമെന്നും എ കെ ബാലൻ 24-നോട് പറഞ്ഞു. ചരിത്രം ഓർമ്മപ്പെടുത്താനാണ്, തമസ്കരിക്കാനല്ല. ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഈ രാഷ്ട്രീയം അറിയാത്ത ചില ആൾക്കാർ, അവർക്ക് പിന്നെ ചില പ്രതികരണങ്ങൾ, ബാലൻ ഇപ്പോൾ പറഞ്ഞത് ശരിയാണോ, ഇപ്പോൾ പറയേണ്ടിയിരുന്നോ എന്നൊക്കെ, എല്ലാ പാർട്ടി മെമ്പർമാരും അനുഭാവികളും വർഗഭോജന സംഘടനകളും രംഗത്ത് വരണം. പണ്ടെന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എതിരായിട്ട് പറയാൻ പറ്റില്ല. ഈ പാർട്ടി മെമ്പർമാരും അതുപോലെ തന്നെ അനുഭാവികളും ഇതങ്ങ് ഏറ്റെടുക്കും. ഇപ്പം എന്താ വെച്ചാൽ, ആ രൂപത്തിലുള്ള അതിശക്തമായ ആക്രമണം വരുമ്പോൾ പ്രതിരോധിക്കുന്നതിൽ വരുന്ന വലിയ കുറവുണ്ട്. ആ കുറവ് നികത്താൻ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിവ്യൂവിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനോ ഭാര്യയോ മത്സരിക്കില്ലെന്ന് പറഞ്ഞു CPIM നേതാവ് എ കെ ബാലൻ. കുടുംബത്തിൽ നിന്നും ആരും മത്സരിക്കേണ്ട എന്നാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. കഴിഞ്ഞ തവണ ഭാര്യ ഡോക്ടർ ജമീല മത്സരിക്കുന്നത് വിവാദമായപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും എ കെ ബാലൻ 24-നോട് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നയം ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ്. അത് പാർട്ടിക്ക് അറിയാവുന്നതുമാണ്. അക്കാര്യത്തിൽ എനിക്ക് ശക്തമായിട്ടുള്ള വെറും വാശിയും ഉണ്ടായിരുന്നു. കുടുംബവും മത്സരിക്കാനില്ല. അതും പോരെ. ഇനിയിപ്പോൾ ഭാര്യയുടെ പേരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഭാര്യൻ്റെ പേര് നിങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ഒരു ചർച്ചയായ സമയത്ത് തന്നെ അവരില്ലെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ. എൻ്റെ പേര് ഇതിൻ്റെ അകത്ത് വലിച്ചെടുക്കരുത് എന്ന് പറഞ്ഞു. അതിനോട് ഞാനും യോജിച്ചു, അവസാനം പാർട്ടിയും യോജിച്ചു. ഷഫീദ് റാവുത്തറാണ് വാർത്തകളും ചേരുന്നത്. ഷഫീദ്, പിന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ നേരത്തെ എ കെ ബാലൻ പറഞ്ഞ ഈ ആ ഒരു ധ്രുവീകരണത്തിൻ്റെ സ്വഭാവത്തിലുള്ള പ്രസ്താവനയെ നേതാക്കളൊക്കെ എതിർത്തിരുന്നു. എം വി ഗോവിന്ദനും അത് പരോക്ഷമായി തള്ളിപ്പറഞ്ഞു. അതിന് ആ സപ്പോർട്ട് കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തള്ളിപ്പറഞ്ഞതിൽ ബാലൻ വേദനിക്കുന്നു അല്ലേ? ഹഷ്മി, ഈ ജമാഅത്തെ ഇസ്ലാമി എ കെ ബാലൻ വിവാദം, ആ വിവാദങ്ങളിൽ നമ്മൾ CPM നേതാക്കളുടെ ചിലരുടെ നിലപാട് കണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയും അന്ന് വലിയ ചർച്ചയായതാണ്. മാത്രമല്ല, ആ വിഷയത്തിൽ വീണ്ടും നിലപാട് കടുപ്പിച്ച് എ കെ ബാലൻ രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ വെല്ലുവിളിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള പരാമർശങ്ങളും. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച് സത്യവാങ്മൂലം കോടതിയിൽ നൽകാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ എന്നായിരുന്നു എ കെ ബാലൻ ഉയർത്തിയ ചോദ്യം. ഇത് ചൂണ്ടിക്കാട്ടി ഈ ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും ന്യായീകരിച്ചതിലൂടെ UDFന്റെ രാഷ്ട്രീയ അടിത്തറ പൂർണ്ണമായും തകർന്നെന്നൊക്കെ എ കെ ബാലൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പാർട്ടിക്കകത്ത് ആ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾക്കെതിരെ അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന രാഷ്ട്രീയം അറിയാത്തവരാണ് വിമർശിച്ചത്. പണ്ടൊക്കെ പാർട്ടി നേതാക്കൾ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും അതിനൊപ്പം നിൽക്കും. ഇപ്പോൾ അക്കാര്യത്തിൽ വീഴ്ചയുണ്ടെന്നും അത് തിരുത്താനാണ് പാർട്ടി തീരുമാനമെന്നും എ കെ ബാലൻ 24-നോട് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അത് പാർട്ടിക്കകത്ത് ഉടലെടുത്ത ആശയക്കുഴപ്പങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ നേതൃത്വത്തിന്റെ ഇടപെടലടക്കമുള്ള കാര്യങ്ങൾ എ കെ ബാലൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനോ ഭാര്യയോ മത്സരിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ടേം നിബന്ധനയിൽ വ്യക്തിപരമായി കർശന നിലപാടുണ്ട്. കുടുംബത്തിൽ നിന്നും ആരും മത്സരിക്കേണ്ടെന്നാണ് നിലപാട്. കഴിഞ്ഞ തവണ ഭാര്യ ഡോക്ടർ ജമീല മത്സരിക്കുന്നത് വിവാദമായപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും എ കെ ബാലൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി എ കെ ബാലൻ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിന്നോട്ടില്ല. അദ്ദേഹം പാർട്ടിക്കകത്തു നിന്നുണ്ടായ വിമർശനം പ്രതിരോധിക്കുന്നത് ഈ വിധത്തിലുമാണ്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.